നോട്ടീസ് നൽകിയത്. ഇപ്പോൾ PC വിശ്വനാഥ് സഭയിൽ സംസാരിക്കുകയുമാണ്. ആർ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത്ത്, ഈ സമരത്തിൽ കോൺഗ്രസ് അനുകൂല സംഘടന മാത്രമല്ല ജോയിന്റ് കൗൺസിലും ഉണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ അത്തരത്തിലൊരു രാഷ്ട്രീയം കൂടിയില്ലേ ശ്രീത്ത്? ഹാഷ്മി, പ്രതിപക്ഷ സർവീസ് സംഘടനകൾക്കൊപ്പം ഭരണാനുകൂല സംഘടനയായ CPIയുടെ ജോയിന്റ് കൗൺസിലും ഈ ഏകദിന പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. ആദ്യം പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ജോയിന്റ് കൗൺസിലായിരുന്നു. ഡിസംബർ 10-11 തീയതികളിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ സമരത്തിന് അവസാനമാണ് ജോയിന്റ് കൗൺസിൽ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പിന്നാലെ പ്രതിപക്ഷ സംഘടനകളും സമരത്തിലേക്ക് വരികയായിരുന്നു. എന്തായാലും ഈ പണിമുടക്കിൽ ഭരണാനുകൂല സംഘടന പങ്കെടുക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് പോലും അവരെ വിളിക്കാൻ തയ്യാറാകാതെ അവണിക്ക് സമീപനം സ്വീകരിച്ചത്. ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് പ്രതിപക്ഷത്തു നിന്ന് PC വിശ്വനാഥാണ് നിയമസഭയിൽ റൂൾ 50 പ്രകാരമുള്ള നോട്ടീസായി അവതരിപ്പിക്കുന്നത്. AK ആന്റണിയുടെ കാലത്ത് 20 ദിവസത്തെ ലീവ് സറണ്ടർ തടഞ്ഞപ്പോൾ 1 മാസക്കാലം സമരം ചെയ്തവരാണ് ഇടതുപക്ഷക്കാർ. എന്നിട്ട് ഇപ്പോൾ ലീവ് സറണ്ടർ 1 വർഷമായി നൽകാതിരിക്കുന്നു. DA കുടിശ്ശിക 6 കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. DAയുടെ കാര്യത്തിലടക്കം വലിയ തോതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ജീവനക്കാർക്ക് വലിയ തോതിൽ ആശങ്കയുണ്ട്. എന്നാൽ CPM സംഘടനകൾ മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടുകയാണ്. സ്തുതിഗീതം പാടിയ ശേഷം സ്റ്റേജിന് പിറകിൽ അവർ ഈ ജീവനക്കാർ ഈ ആനുകൂല്യം നഷ്ടപ്പെടുന്ന ജീവനക്കാരുടെ കൂട്ടക്കരച്ചിലാണ് കേൾക്കുന്നതെന്നും വിശ്വനാഥ് പരിഹസിച്ചു. ആ നിലയ്ക്കാണ് വിശ്വനാഥ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ ഉള്ളതുകൊണ്ടാണ് DA എന്ന കാര്യം തന്നെ സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്നാണ് മന്ത്രി KN ബാലഗോപാലിന്റെ മറുപടി. AK ആന്റണിയുടെ കാലത്തും ഒപ്പം തന്നെ മറ്റ് കാലങ്ങളിലുമൊക്കെ ഈ DA കുടിശ്ശികയായിട്ടുണ്ട്. ആ കാലത്തൊക്കെ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് മാത്രമേ തങ്ങൾ ഈ സമരത്തെ കാണുന്നുള്ളൂ. എന്നാൽ ഈ പങ്കാളിത്ത പെൻഷൻ അടക്കമുള്ള ഈ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിച്ചു വരികയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോകാം എന്ന കാര്യത്തെപ്പറ്റി സർക്കാർ ഗൗരവമായി ആലോചിച്ചു വരികയാണ് എന്നും ധനമന്ത്രി KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. ഇപ്പോൾ മന്ത്രിയുടെ മറുപടി തുടരുകയാണ്. ഹാഷ്മി, അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നു പ്രതിപക്ഷം. അത് ഈ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെയും ഡയസ്റ്റോണിനെ അവഗണിച്ചുകൊണ്ടുള്ള പണിമുടക്കിൽ തന്നെയാണ്.